ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ദോശയാണ്. അതിനുവേണ്ടി 1 ഗ്ലാസ് അരിയും 2 ടേബിൾ സ്പൂൺ ഉലുവയും 7-8 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. 8 മണിക്കൂറിന് ശേഷം അരിയും ഉലുവയും നന്നായി കഴുകി അതിലേക്ക് അല്പം അവിലും തേങ്ങയും ചേർത്ത് നന്നായി അരച്ചെടുക്കുക. അരച്ച് വെച്ച ദോശമാവ് 12 മണിക്കൂറോളം മാറ്റി വെക്കണം. എന്നിട്ടാണ് ഇത് ഉപയോഗിക്കേണ്ടത്. അപ്പോഴേക്കും അത് നന്നായി പൊന്തി വരും. രാവിലെയാണ് നമ്മൾ ദോശ ചുടാൻ നോക്കുന്നതെങ്കിൽ തലേ ദിവസം വൈകുന്നേരമെങ്കിലും നമ്മൾ ഇതൊക്കെ അരച്ച് റെഡിയാക്കി വെക്കണം. ഇനി എങ്ങനെയാണ് അപ്പം ചുടുന്നതെന്ന് നോക്കാം. ചെറുതായി മുറിച്ച് വെച്ച പച്ചമുളക്, ഇഞ്ചി, ഉഴുന്ന്, കറിവേപ്പില ഇവ റെഡിയാക്കി വെക്കുക. ശേഷം ഒരു പാൻ എടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ കടുക് പൊട്ടിക്കുക. അതിലേക്ക് റെഡിയാക്കി വെച്ച സാധനങ്ങൾ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. എന്നിട്ട് ഇവയെല്ലാം ദോശമാവിലേക്ക് ചേർത്ത് നന്നായി ഇളക്കുക. അപ്പച്ചട്ടി ചൂടായതിന് ശേഷം അതിലേക്ക് അല്പം എണ്ണ തടവി അതിലേക്ക് ദോശമാവ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായി ചുറ്റിയെടുക്കുക. മൂടി വെച്ചതിന് ശേഷം 2 വശവും നന്നായി ചൂടാക്കിയെടുക്കണം. വളരെ സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള ദോശയാണ്. ഇതിന് കറി ഒന്നും ഇല്ലെങ്കിലും ഇത് മാത്രമായിട്ട് വേണമെങ്കിൽ നമുക്ക് കഴിക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ കുക്കിംഗ് ആൻഡ് ട്രാവലിംഗ് വീഡിയോസ് കാണുവാനായി സ്വാതി ജേണീസ് ലൈക്ക് ചെയ്യുക.